സാറ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചു. അവിടെ വെച്ച് തന്നെ അതിന് ശേഷമാണെന്ന് തോന്നുന്നു സാറ് ലോ ഗ്രാജുവേറ്റ് ആവുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചു. എൻ്റെ സുഹൃത്തായിട്ട് ഒ.വി. വിജയനും കൂടി ഉണ്ടായിരുന്നു. ഒന്നിച്ചിട്ടാണ് പഠിച്ചത്. സെയിം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്നിട്ട്. ഒരേ ബെഞ്ചിൽ ഇരുന്നെന്ന് മാത്രമല്ല, അന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു മൈത്രി, ഫ്രണ്ട്ഷിപ്പ് ജീവിതകാലം മുഴുവനുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ മദ്രാസിലെ ലോയിന് പഠിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് വിജയൻ മദ്രാസിൽ തന്നെ ക്രിസ്ത്യൻ കോളേജിൽ ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ഡൽഹിക്ക് ശങ്കേഴ്സ് വീക്കിലിയിലൊക്കെ പോവുകയും അവിടുത്തെ സ്ഥിരതാമസമാവുകയും ചെയ്തു. ഞാൻ ജനസംഘത്തിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ കേരള സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 64 മുതൽക്ക് നാഷണൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോകും. സാർ, അവിടെ വെച്ചൊരു ചോദ്യം. സാറ് ഇതുവരെ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ വെച്ചിട്ട് സാർ ഒരു ജീനിയസ് സ്റ്റുഡൻറ്റ്, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ നിന്നും എവിടേക്കാണ് സാർ പൊളിറ്റിക്സിലേക്ക് പോകാനൊരു ഒരു വഴി മാറ്റം ഇവിടെ വെച്ച് ആ ലോ കഴിഞ്ഞപ്പോഴാണ്? അത് ലോ കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങി 56 പാലക്കാട് വന്നിട്ട്. ശ്രീ മന്തത്ത് പത്മനാഭൻ ആദ്യമായിട്ട് പാലക്കാട് അദ്ദേഹം വരുമ്പോൾ ഒരു സുഹൃത്ത് സംഗമം ഉണ്ടായിരുന്നു. അതിൽ എന്നെയും എൻ്റെ സീനിയറായിട്ടുള്ള ശ്രീ കൃഷ്ണൻകുട്ടി അച്ഛനും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഹൃദയസ്പൃക്കായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ ഭാഗ്യവും അഭിഭാഷകന്മാരും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ നല്ല സ്ഥാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അതല്ലല്ലോ സ്ഥിതിയുള്ളത്. അപ്പോൾ ഇതിന് നമുക്കെങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി സമൂഹത്തിൽ വളർച്ചയുണ്ടാക്കാനും വരുമാനമൊക്കെ നേടാനും സഹായിക്കുന്ന സമൂഹമാണ്. ഈ സമൂഹത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ടാവണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കിട്ടി ഉന്നത നിലവാരത്തിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലുണ്ടാവേണ്ടതാണ്. ഒരു കടമയുണ്ട്, ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതെനിക്ക് വളരെ വളരെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്നു. ഒരുപക്ഷെ അതിന് ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, പക്ഷെ അതിന് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു സാധനയായിരുന്നല്ലോ. അതിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ അങ്ങനെ നേരെ ഹൃദയത്തിൽ ചെല്ലും. അതുകൊണ്ടായിരിക്കണം തോന്നുന്നു. അങ്ങനെയാണ് പൊതുപ്രവർത്തനം ചിലത് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ദീൻദയാൽ ഉപാധ്യായ എന്നുള്ളതായിട്ടുള്ള ഒരു മഹാചിന്തകനായിട്ടുള്ള ആൾ അദ്ദേഹം വരികയും ഈ സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ആ ധർമ്മരാജ്യമായിരിക്കണം നമ്മുടെ സങ്കല്പം. എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലുള്ള സംവിധാനം വേണം. സംഘർഷവും സംഘടനയുമല്ല, സ്നേഹവും സഹകരണവും ആയിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു ആധാരം എന്നൊക്കെയുള്ള ചിന്താഗതികൾ അന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ചതുർവിധ പുരുഷാർത്ഥ സങ്കല്പങ്ങൾ, മനുഷ്യന് ആധ്യാത്മികതയും വേണം, കാമം വേണം, അർത്ഥം വേണം, പക്ഷെ അതെല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന അതിപുരാതനമായിട്ടുള്ള ഭാരതീയ സങ്കല്പം. ഇത് ഉയർത്തിപ്പിടിക്കുന്നതാണ് ധർമ്മരാജ്യം. അപ്പോൾ അതാണ് വേണ്ടതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ജനസംഘത്തിൽ 1962 60-61 ചേരാനായിട്ട് ഇടയായത്. ആ നിമിഷം സാറ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഇനി അഡ്വക്കേറ്റ് ആയിട്ട് പോകുന്നില്ല, ഇനി എൻ്റെ വഴി അല്ല. അത് വിടാൻ പിന്നെയും കുറേ താമസം വന്നു. 68 അദ്ദേഹത്തിന് ദീൻദയാൽ ഉപാധ്യായ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് കോഴിക്കോട് വെച്ചിട്ട് 1967 ഡിസംബറിൽ തിരഞ്ഞെടുത്ത് ജനസംഘത്തിൻ്റെ 14ാം വലിയ വാർഷിക സമ്മേളനം നടത്തി കോഴിക്കോട് ഗംഭീരമായിട്ട്. അതിന് ഞാൻ റിസപ്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിൽ വലിയ പരിപാടിയായിരുന്നു. അതിൻ്റെ 41ാം ദിവസമാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. ആരും പ്രതി ശിക്ഷിച്ചിട്ടില്ല. എന്നെ വല്ലാതെ ഷോക്കിംഗ് ആയി. എനിക്ക് താങ്ങാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ആദർശം, ധർമ്മരാജ്യം എന്നുള്ള സങ്കല്പം, ധർമ്മം എന്നുള്ള സങ്കല്പത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. അദ്ദേഹം ശങ്കരാചാര്യരുടെ വളരെ ആരാധകനാണ്, വലിയ ആരാധകനായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നെ വല്ലാതെ വ്യതിച്ചു, വല്ലാതെ മതിച്ചു വാസ്തവത്തിലും.
അപ്പോൾ ഞാൻ അതിൻ്റെ അനുശോചന യോഗത്തിൽ ഞാൻ അന്ന് പരസ്യമായി പിറ്റേ ദിവസം പ്രഖ്യാപിച്ചു, ഇനി എൻ്റെ ജീവിതം വക്കീൽ പണി ഞാൻ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ജീവിതം ഈ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതായത് സാർ ഒരു 22-25 വയസ്സ് മുതൽ ഞാൻ 30s, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ കുറച്ചൊന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഏജ്. ആ സമയങ്ങളിൽ സാധാരണ ചെറുപ്പക്കാർ ചെയ്തേക്കാവുന്ന കാര്യങ്ങൾ, അതായത് ഒരു സാധാരണ ചെറുപ്പക്കാർ സാധാരണ ആ ട്രാക്കിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ഒരു പ്രണയം സംഭവിക്കാം, പിന്നെ ഈ സിനിമകൾ കാണാൻ വേണ്ടി പോവാം, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്കോ കോളേജ് കട്ട് ചെയ്തോ അങ്ങനെ ആ ഒരു ട്രാക്കിൽ കൂടെയൊക്കെ പോവാം. അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ ലൈഫിൽ? ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ അധികം കളിയല്ല. ക്രിക്കറ്റ് കമൻട്രികളും ക്രിക്കറ്റിനെ പറ്റിയിട്ട് വായിക്കാനൊക്കെ വലിയൊരു ഭ്രമമായിരുന്നു. ക്രിക്കറ്റ് കമൻട്രി കേൾക്കാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. മറ്റ് വികൃതികളായിട്ട് ആ തരത്തിലില്ല. ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, പ്രേമത്തിൻ്റെ കാര്യം. അത് ഞാൻ മദ്രാസിൽ പോയ ശേഷം എൻ്റെ തന്നെ ഒരു ഡിസ്റ്റൻ്റ് ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവർ മെഡിസിന് പഠിക്കുകയാണ്, ഞാൻ ലോയിനും പഠിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഞങ്ങൾ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാനുണ്ട്. അത് പിന്നെ പ്രണയമായി, വിവാഹമായി എനിക്ക് കേൾക്കാനുണ്ടായി. ആ ഒരു ഡോക്ടർ ശാന്തകുമാരി പല തടസ്സങ്ങളും. അന്നത്തെ പ്രണയമൊക്കെ ഒന്ന് അങ്ങനെയല്ല, അല്ല സാർ, അന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല, കത്തുകളിലൂടെയോ അങ്ങനെയല്ല. കത്തുകൾ ഞങ്ങൾ കാണാൻ സംസാരിക്കും. ഞാൻ പാലക്കാട്ടിൽ മദ്രാസിലെ ലോയിന് പഠിക്കുന്നു. അവിടെ ഇടയ്ക്ക് വൈകുന്നേരം നടക്കാൻ പോവും, പാർക്കിൽ കാണാൻ സാധിക്കും. അതൊക്കെ സാധാരണ മദ്രാസ് സിറ്റിയിൽ, വലിയൊരു സിറ്റിയിൽ അതൊക്കെ വളരെ സ്വാഭാവികമാണ്. വല്ല ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയി ചായ കഴിക്കും, അങ്ങനെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. സിനിമകൾ കണ്ടിട്ടുണ്ടോ സാർ ആ സമയത്ത്? പിന്നെ അതിന് കണ്ടിട്ടുണ്ട് തീർച്ചയായും, വളരെ അപൂർവമായിട്ട് സിനിമകൾ. അങ്ങനെ സാർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, പിന്നെ വിവാഹത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്ന അവസരത്തിൽ അവരെ സിനിമ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ആ കാലഘട്ടത്തിൽ സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ സാർ? അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു ചെറുപ്പകാലം, അതെനിക്ക് വേണമെങ്കിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ട്, ഈ പെരിയാറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, പെരിയാർ എന്നുള്ള ആ ഒരു പാട്ട്, അതെനിക്ക് വളരെ ഒരു ആകർഷകമായിട്ടുള്ളൊരു പാട്ടായിട്ട് തോന്നി. പർവത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുടുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുടുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ പർവത നിരയുടെ
മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. വളരെ കാവ്യാത്മകമായിട്ടുള്ള അല്ലേ? അതെ സർ. പെരിയാറിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട്, അതെ അതെ, മലയാളി പെണ്ണിനോട് ഉപമിച്ച് കുണിഞ്ഞു നടക്കുന്ന മലയാളി പെണ്ണ്. ഞാൻ ഈ പാർട്ടിയുടെ ചുമതലയായല്ലോ, അന്ന് ജനസംഘമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നുണ്ട്, നിരന്തര യാത്ര തന്നെയാണല്ലോ രാത്രി. അപ്പോൾ ആ ഇടുക്കി, എറണാകുളം ജില്ലയിലെ ആലുവ, ഇതൊക്കെ പെരിയാറിനെ എപ്പോഴും കണ്ടുകൊണ്ടും. ഞങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്തേക്ക് മാറ്റി, കോഴിക്കോട്ട് നിന്ന്. അപ്പോൾ എറണാകുളത്താണ് താമസം, അവിടെ നിന്ന് പോവും വരുമൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ വഴി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു നദിയുടെ ഒഴുക്കും അതിൻ്റെ ആ മലയും ആ പ്രകൃതി ഭംഗിയും അതൊക്കെ തന്നെ വളരെയേറെ അനുസൃതമായിട്ടൊരു പാട്ട് അങ്ങനെയാണ് ആ അതിന് പാട്ടിനോടുള്ള ഇഷ്ടം. കല്യാണം കഴിഞ്ഞതിന് ശേഷം സർ 2 കുട്ടികൾ, അതെ, വിവേകാനന്ദൻ, ശ്യാമപ്രസാദ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വളരെ നമ്മുടെ ഫീൽഡിലെ ഏറ്റവും നല്ല സംവിധായകൻ.